ഒടുവിൽ മോഹൻലാൽ മാപ്പ് പറഞ്ഞ രംഗത്തെത്തി. മോഹൻലാലിൻ്റെ മാപ്പ് വന്നിട്ടിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. മോഹൻലാൽ ഇപ്പോൾ നിൽക്കുന്നത് കിരീടവും ചെങ്കോലും സ്വന്തം പ്രജകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ശരിയല്ലേ? അത് കഴിഞ്ഞ 40-45 വർഷം കൊണ്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അതുല്യമായ അഭിനയ പ്രതിഭ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം വീണുടഞ്ഞു പോയി. മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കിരീടം പോയി, ചെങ്കോല് പോയി. അദ്ദേഹത്തിന് പക്ഷെ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രജകളെയാണ്, അല്ലേ? അതെ. മോഹൻലാലിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെയും മറ്റാളുകളുടെയും മറ്റ് പല സിനിമാ നടന്മാരുടെയും ഫാൻസുകൾ മോഹൻലാലിൻ്റെ ഒരു പടം വരുമ്പോഴത്തേക്ക് ലാലാപ്പി എന്നൊക്കെ പറഞ്ഞ മോഹൻലാലിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വെർബൽ ആയിട്ടുള്ള സൈബർ അറ്റാക്ക് നടത്താറുണ്ടായിരുന്നു. ഇന്ന് മോഹൻലാലിന് കീജെ വിളിക്കുന്ന ആളുകൾ അന്നൊക്കെ ചങ്ക് വിരിച്ചു നിന്ന് ഞങ്ങളുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞ് പൊരുതിയ ലക്ഷക്കണക്കിനായ ആരാധകരുടെ ഒരു വൃന്ദം കേരളത്തിലുണ്ടായിരുന്നു. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു. മോഹൻലാൽ സത്യമാണ്. അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ ഖേദമെങ്കിൽ. പക്ഷെ ഖേദം അത്രയൊന്നുമില്ല. മോഹൻലാലിന് ചതി പറ്റിയതാണോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നത്. മോഹൻലാലിന് ചതി പറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിൻ്റെ തെളിവും സോഷ്യൽ മീഡിയയിലുണ്ട്. കാരണം ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജിനെ നിർത്തിക്കൊണ്ട് മോഹൻലാൽ പറയുന്നുണ്ട്, ഞാനിനി ഈ സിനിമ കണ്ടു, ഇത് ഒന്നാന്തരം മേക്കിംഗ് ആണ്, ഞാനിത് കണ്ടു എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അപ്പം കണ്ടില്ല എന്ന് മോഹൻലാലിന് പറയാൻ പറ്റും? അല്ലെങ്കിൽ അന്ന് പറയുന്നത് കള്ളമാണെന്ന് പറയണം. ഏതായാലും ഈ പഞ്ചതന്ത്ര കഥയുണ്ടല്ലോ, ഈ രാജാക്കന്മാർ അധികാരത്തിൽ വരുമ്പോൾ അവരെന്തൊക്കെ ചെയ്യണമെന്ന് വളരെ ചെറുതിലെ രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പഞ്ചതന്ത്ര കഥകൾ. അതിനകത്ത് മിത്രഭേദം എന്നൊക്കെ പറയുന്ന എങ്ങനെ മിത്രങ്ങളെ ശത്രുക്കളാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു കഥയുണ്ട്. മൂങ്ങകളുടെ കൂട്ടിലേക്ക് ഒരു കാക്ക പറന്നു വന്നു. ആ കാക്കയ്ക്ക് മൂങ്ങ കുടുംബനാഥൻ അഭയം കൊടുത്തു. അവനെ ആ കൂട്ടിൽ താമസിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്തറിയോ, ഈ കാക്ക പോകാൻ നേരത്ത് കൂടിന് തീ വെച്ചിട്ട് പോയി. അങ്ങനെ പൃഥ്വിരാജ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വില്ലൻ, അയാളുടെ താല്പര്യങ്ങൾ വേറെയാണെന്ന് ഒരുപാട് തവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ വില്ലൻ ആദ്യം ഇതിൻ്റെ ബലിയാടായത് ദിലീപ് എന്ന നടനാണ്. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന മാഫിയ സംഘത്തിനോട് പൊരുതി നിന്ന ദിലീപിനെ ഒരു നിർണായക ഘട്ടത്തിൽ അവർ ചതിച്ച് വേരോടെ പിടിച്ചു കളഞ്ഞു. അതിനുശേഷം മട്ടാഞ്ചേരി മാഫിയയുടെ മാനസപുത്രനായി മാറിയത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനാണ്. രാജ്യവിരുദ്ധമായ അജണ്ടകളുള്ള എല്ലാ സിനിമകളും ഈ മനുഷ്യൻ ചെയ്തു. എല്ലാ സിനിമകളും ചെയ്തു. രാജ്യത്തിനെതിരായ എല്ലാ നിലപാടുകൾക്കും ഒപ്പം നിന്നു. ഹമാസ് ഭീകരരെ ആക്രമിച്ചപ്പോൾ നിലവിളിക്കാൻ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ കെട്ടിടങ്ങൾക്ക് കാവി നിറമടിച്ചു എന്ന് പറഞ്ഞ് വിലപിക്കാൻ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. CAA-ക്കെതിരെ സമരം ചെയ്യാൻ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് ബംഗ്ലാദേശ് കണ്ടിട്ടില്ല, അല്ലേ? ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും വന്നപ്പോൾ അതിലൊന്നും ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ രാജ്യത്തല്ല, ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളൊന്നും പൃഥ്വിരാജിന് വിഷയമായിരുന്നില്ല. അയാൾ മട്ടാഞ്ചേരി മാഫിയ സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ ഭാഗമായി മാത്രം നീങ്ങിയ ഒരു നടന് മട്ടാഞ്ചേരി മാഫിയയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഈ മലയാള സിനിമയിലെ മഹാവൃക്ഷമായ മോഹൻലാലിൻ്റെ തോളത്തും ഏട്ടൻ്റെ അനിയനെപ്പോലെ നിന്നു പൃഥ്വിരാജ് അഭിനയിച്ചു. മൂങ്ങാക്കൂട്ടിൽ അഭയം കിട്ടിയ കാക്കയെപ്പോലെ ഒടുവിൽ മോഹൻലാലിൻ്റെ കൂടിന്, കൊട്ടാരത്തിന്, സാമ്രാജ്യത്തിന് തീ വെച്ചിട്ടാണ് പൃഥ്വിരാജ് പോയിരിക്കുന്നത്. ഇത് മോഹൻലാൽ തിരിച്ചു വരും വലിയ പാടാണ്. എത്രയോ പോസ്റ്റുകൾ മോഹൻലാൽ ഇപ്പോൾ വേണമെങ്കിൽ ലാലേട്ട ക്ഷമിക്കാമെന്നൊക്കെ പറഞ്ഞാലും ഇത് ക്ഷമിക്കാൻ പറ്റില്ല. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ജനഹൃദയങ്ങളിൽ മോഹൻലാലിനെ സ്നേഹിച്ചിരുന്ന ഒരു നല്ല ശതമാനം ആളുകളുടെ ഹൃദയത്തിൽ താരചക്രവർത്തിക്കുണ്ടായിരുന്ന സിംഹാസനം വീണുടഞ്ഞു പോയിരിക്കുന്നു. അതൊരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ളവർ വരെ ലാലേട്ട വിളിക്കുന്നു. അത് പോയി എന്ന് മോഹൻലാൽ ചതിച്ചതാണ് മോഹൻലാലിനെ ഞാനിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മോഹൻലാൽ ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം തുറന്നു പറയണമായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ മോഹൻലാലിൻ്റെ ഈ സിംഹാസനം, മോഹൻലാലിൻ്റെ ചെങ്കോലവും കിരീടവും പ്രജകളെയും തിരിച്ചു കിട്ടുമായിരുന്നു. മോഹൻലാൽ പറയണമായിരുന്നു, എന്നെ ചതിച്ചു, ഞാനിത് കണ്ടിട്ടില്ല. ഇങ്ങനെ എൻ്റെ ആരാധകരിൽ ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന, ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സിനിമ ആണിതെന്നറിഞ്ഞാൽ ഞാനിത് ചെയ്യില്ലായിരുന്നു, ഞാനിത് കണ്ടില്ല, എനിക്ക് പിശക് പറ്റി എന്നാണ് മോഹൻലാൽ പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇതെല്ലാം തിരിച്ചു കിട്ടുമായിരുന്നു. ഇപ്പോഴും മോഹൻലാൽ ഈ നരാധമനായ, ഈ ചതിയനായ
വ്യക്തികളെ സഹായിക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് മുരളി ഗോപിയാണോ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചത്, അതോ പൃഥ്വിരാജ് എഴുതി ചേർത്തതാണോ? പൃഥ്വിരാജ് ഇത് പ്രിവ്യൂ പോലും നടത്താതെ മോഹൻലാലിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തിയതാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മുരളി ഗോപി ഒന്നും പറയണ്ട, മുരളി ഗോപി ഇതിൻ്റെ പ്രൊമോഷന് പോലും ഒട്ടത്തും വന്നിട്ടില്ല. മുരളി എഴുതും, എന്നിട്ട് പോയി പൃഥ്വിരാജ് പറയും ഞാനത് പോയി വെട്ടും, ഞാൻ മാറ്റും. അങ്ങനെയാണ് ചെയ്തതെന്നുമ്പോൾ പൃഥ്വിരാജ് പറയുന്ന വീഡിയോസ് ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ബോംബെയിലോ മറ്റോ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി ചെന്നപ്പോൾ റൈറ്ററും കൂടെ പോകണം. അങ്ങനെ ഒരു പരിപാടിയിൽ മാത്രമേ മുരളി ഗോപി പങ്കെടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ചതിച്ചത്, ആരാണ് ചതിയൻ എന്ന് തിരിച്ചറിയണം. ഏതായാലും മോഹൻലാൽ ഇത്രയേ പറഞ്ഞുള്ളൂ. ഇത്രയേ പറഞ്ഞതിനകത്ത് അത് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാം. അത് ആ വരികൾക്കിടയിൽ മോഹൻലാൽ പറഞ്ഞ എന്താണെന്ന് മുഴുവൻ നമുക്ക് വായിക്കാം. അതിൻ്റെ വരികൾക്കിടയിലും ഒരുപാട് കാര്യങ്ങൾ ഇത് ഡൈജസ്റ്റ് ചെയ്യാതായിട്ടുണ്ട്. ഏതായാലും മോഹൻലാൽ പറഞ്ഞൊന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറച്ചു പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. യെസ്, അത് പാലിക്കുന്നതിൽ പ്രിയപ്പെട്ട ലാൽ അങ്ങ് നിശേഷം പരാജയപ്പെട്ടു. ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് അങ്ങ് ഈ സിനിമയുണ്ടാക്കിയത്. അതാണല്ലോ ഇതിൻ്റെ അമരക്കാരൻ. ഈ സിനിമ അങ്ങനെയാണെന്നുള്ള അങ്ങ് അറിഞ്ഞില്ല എങ്കിൽ അങ്ങേക്ക് ഇപ്പം പറയാനുള്ള അവസരമുണ്ട്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല. മോഹൻലാലിനെ കുറിച്ച് പറയുന്ന ഒരു അപവാദമുണ്ട് കേട്ടോ. അപവാദം എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ സമീപിക്കാൻ പറ്റില്ല. നല്ല കഥയുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ അടുത്തെത്തില്ല. മോഹൻലാലിൻ്റെ ചുറ്റും കറങ്ങുന്ന ചില ഉപഗ്രഹങ്ങളുണ്ട്, അവരുടെ അടുത്ത് വരെ എത്തുള്ളൂ. അതേസമയം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു നല്ല കഥ, ഒരു പുതിയ സംവിധായകൻ വന്ന് നല്ല കഥ ഉണ്ടെങ്കിൽ നേരിട്ട് മമ്മൂട്ടിയെ കണ്ട് കഥ പറയാൻ അവസരം ഉണ്ടാകും. അതുകൊണ്ടാണ് പെട്ടെന്ന് പുതിയ സംവിധായകർ വരുന്നു, പുതിയ സിനിമകൾ വരുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ മമ്മൂട്ടി അത് നിർമ്മിക്കും. മോഹൻലാലിൻ്റെ അടുത്ത് ഒരു കഥാകൃത്തിന്, ഒരു പുതിയ സംവിധായകന് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. എത്രയോ കാലമായിട്ടുണ്ട്. മോഹൻലാലിനെ ചുറ്റും വളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വൈതാളിക സംഘത്തിൻ്റെ തടവിലാണ് മോഹൻലാൽ എന്ന് സിനിമാ മേഖലയിൽ പരക്കെ ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെയാണ് മോഹൻലാൽ പറയുന്നു, എനിക്ക് ആരെയും വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ല, അങ്ങനെ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അങ്ങയുടെ ആ കടമയിൽ അങ്ങ് പരാജയപ്പെട്ടു. അതുകൊണ്ട് കേരളത്തിൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സ്പർദ്ധയുണ്ടായിരിക്കുന്നു. നിങ്ങളാണ് കാരണം, നിങ്ങളാണ് മോഹൻലാൽ എന്ന് കാരണം നിങ്ങൾ തന്നെ ഈ പറഞ്ഞ കടമ പാലിക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച വന്നു. അതിനാണ് നിങ്ങൾ ഖേദം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിയോടെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ എല്ലാവരുടേതാണോ? മോഹൻലാലാണോ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്? അല്ല. മോഹൻലാലാണോ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റിയത്? മോഹൻലാലാണോ? എന്നിട്ട് ഹൊങ്ക് പറഞ്ഞ് ഞാൻ ഇത് കളിക്കുമ്പോൾ ആളറിഞ്ഞ് കളിക്കടാന്ന് ഭാര്യയെ കൊണ്ട് പോസ്റ്റ് ഇടിച്ചത്? അല്ലല്ലോ. ഇത് കുറേ കാലമായി പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഇത്തിൽ കണ്ണി, നിങ്ങളുടെ രക്തം കുടിക്കുന്നു, നിങ്ങളുടെ മാംസം കഴിക്കുന്ന ഇത്തിൽ കണ്ണി ഉണ്ടാക്കിയ വിപത്താണെന്ന് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാതെ നിങ്ങളെതിരാണ് മോഹൻലാൽ. ഈ സിനിമയെ നിങ്ങളെ ചതിച്ച ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഖേദം പറയുന്നത്? ഇത് കേരളത്തിലെ പ്രേക്ഷകന്റെ ചോദ്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലാലേട്ടൻ്റെ സ്വന്തം പ്രജകളുടെ ചോദ്യമാണ്. അവർക്ക് ശബ്ദമില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ്. ഉത്തരവാദിത്വം സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ ഇത്തരം വിഷയങ്ങൾ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ മാത്രമല്ല, തീരുമാനിച്ചതിൻ്റെ പിന്നിലെ കളികളൊക്കെ എവിടുന്നൊക്കെ എന്തൊക്കെ പ്രഷർ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പതുക്കി വെക്കണ്ട, ഞങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നവരാണ്, അതുകൂടി മോഹൻലാൽ അറിയണം. പിന്നെ ഈ സിനിമയുടെ പേരിൽ ഞങ്ങൾ ഓർഗനൈസർ വായിക്കുന്നവരാണ്. ഞങ്ങൾ ജയനന്ദകുമാറിനെയും ജയകുമാറിനെയും വായിച്ചവരാണ്. ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാട് തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ്, സംസ്ഥാന BJPയുടെ കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം എങ്ങനെ മാറി എന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ളവരാണ് ഞങ്ങൾ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. അതാണ് സാർ, അതാണ് ലാലേട്ട ഞങ്ങളുടെ സങ്കടം.
എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി, ശരിയാണ്. പക്ഷേ നിങ്ങളിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങൾ കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചു. നിങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരായുള്ള ഒരു പ്രൊപ്പഗാൻഡ സിനിമയുടെ അമരക്കാരനും പ്രചാരകനുമായി മാറി, പ്രയോക്താവുമായി മാറി. ഞങ്ങളത് പൊറുക്കണം അല്ലേ? ഞങ്ങളത് ക്ഷമിക്കണം അല്ലേ? ഞങ്ങൾക്ക് ക്ഷമിക്കാം. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ട മുറിവുണ്ടല്ലോ, കൊടുവാളിന് വെട്ടിയ വെട്ട്, അത് ചോര വാർന്നുകൊണ്ടിരിക്കും ലാലേട്ട. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങത് തിരിച്ചറിയുന്നത് നന്നായി. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ കിരീടം പോയിരിക്കുന്നു, അങ്ങയുടെ ചെങ്കോൽ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, അങ്ങയുടെ പ്രജകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഫേസ്ബുക്കിലെ ഈ സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് അവസാനിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ കുറിപ്പ് പോരാ. അങ്ങ് ഈ വിഷവൃക്ഷത്തിൻ്റെ ഈ ഇത്തിൽ കണ്ണിയുടെ പിടിയിൽ നിന്ന് അങ്ങയുടെ രക്തവും മാംസവും അങ്ങയുടെ പ്രതിഭയും കാർന്നു തിന്നുന്ന ഈ മാരക വൈറസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ മോഹൻലാൽ അങ്ങേക്ക് പഴയ താര ചക്രവർത്തിയുടെ സിംഹാസനം തിരിച്ചു കിട്ടൂ എന്ന് അങ്ങയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി അങ്ങയെ ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മിക്കുന്നു. അങ്ങയുടെ ശത്രു അങ്ങയെ തകർത്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.